നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ടോക്സിക്. നമ്മുടെ റോക്കിൻ സ്റ്റാർ യാഷാണ് നായകനായിട്ട് എത്തുന്നത്. ഇരട്ട വേഷത്തിലാണ് യാഷ് ഈ സിനിമയിൽ എത്തുന്നത്. ഇതിൻ്റെ ഒരു ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 4 മിനിറ്റ് 38 സെക്കൻഡുള്ളൊരു ട്രെയിലറാണ്. ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. വാ. ഇനി പറയുന്നതിപ്പോ ഞാൻ കേൾക്കാം. ഡാഡി ശങ്കറാണി കല്ലേ ഡാഡി. അച്ഛനും മകനും തമ്മിലുള്ള ചിലപ്പോൾ നമുക്കുള്ളിലെ ദുഃഖം ഒളിപ്പിക്കാൻ പറ്റും. നമ്മളെ നശിച്ച തലവരം വായിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ പോവല്ലോ. അയാൾക്കെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. എന്റെ ആഗ്രഹം എന്താണെന്നറിയാം. ഈ സിറ്റി മുഴുവനും നീ ഭരിക്കണം. എന്റെ സിറ്റിയിൽ വന്ന് എന്റെ ഫാമിലിയുടെ മേൽ കൈവച്ചല്ലേ. തന്റെ അവസാന ആഗ്രഹം എന്താ? ഒരുപാടൊന്നുമില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് ആ ചാരം കൊണ്ടൊരു ലൈൻ ഇട്ട്. അനിയനെ കത്തിച്ചിട്ട് ചാരം മൂക്കിൽ വലിച്ചു കയറ്റുവന്നു. നിന്റെ ഫിലമെന്റ് അടിച്ചു പോകും. ബാ നോക്കാം. ഒന്ന് പറക്കണം എനിക്ക്. എന്താ നടക്കൂ? അയാളുടെ സ്നേഹം തനിക്ക് മാത്രം സ്വന്തമാണെന്ന് ഓരോ പെൺകുട്ടിയും കരുതി. എന്നാൽ അയാളുടെ ഹൃദയം അതിരുകളില്ലാത്ത ആകാശം പോലെ സ്വതന്ത്രമായിരുന്നു. പെണ്ണിന് അലങ്കാരമാണ് അഴക്. ആ അഴകിനെ ഇങ്ങനെ ആയുധമാക്കിയ എങ്ങനെ അഴക് എത്ര മേടിക്കുന്നു? ഒരു കാര്യത്തിൽ തീരുമാനമായി. മുഖത്ത് നോക്കിയിട്ടൊക്കെ ചോദിക്കുക, നീ എത്രയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ. സർക്കസ് കൂടാരത്തിലെ പെണ്ണ്. ഇത് ചെറിയ പിള്ളേർക്കൊന്നും കാണാൻ പറ്റിയ സിനിമ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. Who the hell are you? I'm regular. Who the hell are you? I'm a permanent. Keep your mouth shut! This was supposed to be my fucking fairy tale. I was hoping to have a civilized conversation. Do I look civilized to you? അല്ല, തുണിയൊക്കെ എടുത്ത് ഉടക്കടേ, ഇല്ലെങ്കിൽ റോക്കി ബായുടെ ഐറ്റം കടയിലെ പാറയിലൊക്കെ പേടിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. Hello, Daddy. വന്നു മകൻ വന്നു. സമാധാനത്തിലൂടെ ശരിയാക്കാമെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് യുദ്ധങ്ങൾ നടത്തിയത് എന്തിനായിരുന്നു? അച്ഛനും മകനും തമ്മിലുള്ള വാറ്, ഈ ഗാംബ്ലിങ്, അതുപോലെ തന്നെ സർക്കസ്, ഗ്യാങ്സ്റ്റർ, ഇങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് കേട്ടോ. അവസാനം അച്ഛനും മകനും തമ്മിലുള്ള പരിപാടിയാണ്. വില്ലനും യാഷനാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. ഇതെങ്ങനെ അവസാനിക്കാനോ തനിക്ക് തന്നെ അറിയാലോ. ആഗസ്റ്റ്. എന്റെ മോശം നിറങ്ങളെല്ലാം മാറിക്കാൻ പറഞ്ഞു. ഞാൻ ജോക്കറല്ല, ബാസ്റ്റർഡ് ആണെന്ന്.
മേക്കിംഗ് ഒക്കെ ഗംഭീരമാണ് കേട്ടോ. ആ സ്നോയുടെ പരിപാടി, അതുപോലെ തന്നെ കുതിരയുടെയൊക്കെ ഇതിൻ്റെ ഈ CG അതുപോലുള്ള സംഭവങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കാശ് വാരി എറിഞ്ഞിട്ടുണ്ട്, കണ്ടരമാനം കാശ് വാരി എറിഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് ഈ റോക്കി ബായിയുടെ കളി കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബാക്കി കൂടെ നോക്കാം. തീരുമാനത്തിന് തക്കതായ വില നീ കൊടുത്തേ പറ്റൂ. രക്ഷയില്ല, കിട്ടില്ല സാർ. ടോക്സിക്. ഓഗസ്റ്റ്, അതായത് ഈ മാസം 26-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഗീതു മോഹൻദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നയൻതാര, അങ്ങനെ ഒരുപാട് താരങ്ങൾ എത്തുന്ന ഒരു സിനിമ. ഗംഭീര വിഷ്വൽ കേട്ടോ, വിഷ്വൽ ഗംഭീരമായിട്ടുണ്ട്. പൈസ വാരി എറിഞ്ഞിട്ടുണ്ട്. ഹോളിവുഡ് മേക്കിംഗ് ആണ് ഇത് പിടിച്ചിരിക്കുന്നതൊക്കെ. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഈ കുട്ടികളൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നില്ല. കാരണം സ്ത്രീ വിരുദ്ധത ഒരുപാട് ഇതിനകത്ത് കുത്തിക്കേറ്റിട്ടുണ്ട്. എനിക്ക് മോഹൻദാസിൻ്റെ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ കസബ സിനിമയിൽ മമ്മൂക്ക ഈ പോലീസുകാരുടെ ഇങ്ങനെ ബെൽറ്റിൽ ഇങ്ങനെ കയറി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് ഒരുപാട് വിവാദമൊക്കെ ആയതാണല്ലോ. ആ ഒരു സമയത്ത് എന്തോ ഒരു കമൻ്റൊക്കെ അടിച്ചായിരുന്നല്ലോ ആര്, നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഗീതു മോഹൻദാസ്. അപ്പം ഇത് ഏത് രീതിയിലാണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. 4 മിനിറ്റ് 38 സെക്കൻഡുമാണുള്ളത്. സിനിമ എന്താണെന്നുള്ളത് തിയേറ്ററിൽ കണ്ട് തന്നെ മനസ്സിലാക്കണം. പക്ഷെ ഒരു ഐമാക്സ് പോലുള്ള തിയേറ്ററിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നു എനിക്കിത് കാണാം. കാരണം ട്രെയിലർ ഒരു രക്ഷയില്ലാത്തൊരു മേക്കിംഗ് തന്നെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ആ കളർ ഗ്രേഡിങ്, അതുപോലെ തന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്നോയുടെ പരിപാടിയും ഫൈറ്റ് സീക്വൻസും ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. യാഷിൻ്റെ നെക്കഡ് കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ. ടോക്സിക് അപ്പം 26-ാം തീയതിയാണ് റിലീസിനായിട്ട് എത്തുന്നത്. 26-ാം തീയതി ഓണം റിലീസായിട്ട് ഗംഭീര സിനിമകളൊക്കെ വേറെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം.